ക്രിസ്തുവിന്റെ വരവ്, ഈ ലോക സംഭവങ്ങൾ വിളിച്ചോതുമ്പോൾ, കർത്താവിന്റെ വരവ് ഏറ്റവും ആഗതമായത് വിളിച്ചോതുമ്പോൾ, എനിക്ക് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുവാനേ ഉള്ളൂ, കാലം തികഞ്ഞു. കർത്താവിന്റെ വരവ് ഏറ്റവും ആഗതമായി മാനസാന്തരപ്പെട്ട് ഈ യേശുവിൽ വിശ്വസിപ്പിൻ. മാനസാന്തരം, മനസ്സിനൊരു മാറ്റം വരുന്നതാണ് മാനസാന്തരം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ആശ്രയിക്കുന്ന പലതും നമുക്ക് ഒരു സമാധാനം തരാതെ ഇരിക്കുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്ന സമാധാനം പോലെ അല്ല എന്ന്. ഈ യേശുവിൽ ആശ്രയിച്ച് കടന്നു വന്ന ആരെയും ഈ കർത്താവ് വെറുതെ വിട്ടിട്ടില്ല. മനസ്സിന് മാറ്റം വരുത്തുന്ന ഒരു മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ മാർഗം. മതം മാറ്റുകയല്ല, മനുഷ്യന്റെ മനസ്സിനെയാണ് മാറ്റുന്നത്. മദ്യപാനിയായിരിക്കുന്ന ഒരു വ്യക്തി മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായി വിമുക്തി നേടുവാൻ അത് യേശു ക്രിസ്തുവിലൂടെ കഴിയും. നമ്മൾ പ്രിയം വയ്ക്കുന്ന ഏത് സാധനങ്ങളും നമ്മുടെ ജീവിതത്തിൽ അല്പനിമിഷത്തേക്ക് നമുക്ക് സമാധാനം തരുമായിരിക്കാം, സന്തോഷം തരുമായിരിക്കാം. പക്ഷേ യേശു നൽകുന്ന സമാധാനം നിലനിൽക്കുന്ന സമാധാനമാണ്. മനസ്സിന് മാറ്റമുണ്ടാകുവാൻ ഒരേ ഒരു മാർഗം യേശുവിൽ വിശ്വസിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്റെ ജീവിത അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ 12ാമത്തെ വയസ്സിൽ ഒരു കൺവെൻഷൻ യോഗത്തിൽ പങ്കെടുക്കുന്ന സമയം മാനസാന്തരത്തെ കുറിച്ച് ദൈവദാസൻ പ്രസംഗിക്കുമ്പോൾ ആ ദൈവദാസൻ ഓരോ വ്യക്തികളുടെ പേര് പറഞ്ഞ് അവരുടെ അവസ്ഥ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആ നിമിഷം ഞാനും പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നെ കാണുന്നുവെങ്കിൽ എന്റെ പേര് ആ ദൈവദാസനോട് അങ്ങ് അറിയിക്കണമെന്ന്. ആ നിമിഷം തന്നെ വളരെയധികം വേദനയോടെ ആയിരുന്നു ഞാൻ. എന്നെ കർത്താവ് ഇത്രയും ആൾക്കാർ ഇരിക്കുന്നിടത്ത് ദൈവം എങ്ങനെ എന്നെ കാണാനാ എന്നുള്ള ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നതും ദൈവദാസനിലൂടെ എന്റെ പേര് വിളിച്ചു പറയുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ദൈവം എന്നെ കണ്ടതുകൊണ്ട് ആ നിമിഷത്തിൽ എന്റെ മനസ്സിൽ ഒരു മാറ്റമുണ്ടായി. ഞാനൊരു പാപിയാണെന്നുള്ള ഒരു ബോധമുണ്ടായി. എന്റെ മനസ്സിലുണ്ടായിരുന്ന വേദനകൾ മാറുവാൻ, ഇരുട്ടിന്റെ അവസ്ഥ മാറുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. യേശു ക്രിസ്തു എന്നിലേക്ക് വന്നപ്പോൾ എന്റെ ജീവിതത്തിൽ ആദ്യമായി അനുഭവിച്ചത് ഞാൻ പാപിയാണെന്നുള്ള ഒരു തിരിച്ചറിവാണ്, ഒരു ബോധമാണ് എനിക്ക് ഉണ്ടായത്. അങ്ങനെ ഈ യേശുവിലേക്ക് അടുത്തു വരുവാൻ ഇടയായി. ഈ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ നാൾ മുതൽ ഇന്ന് വരെയും ദൈവം നടത്തുന്നു. കഷ്ടങ്ങൾ വന്നു, പ്രതികൂലങ്ങൾ വന്നു, പ്രശ്നങ്ങൾ വന്നു, ഈ യേശു കർത്താവ് കൈവിട്ടില്ല. ഈ യേശു കർത്താവ് നടത്തി. ഈ നാഥൻ നടത്തിയ വിധങ്ങൾ ഓർത്താൽ ഈ യേശു കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. നമ്മുടെ പാപം വിട്ട് ദൈവത്തോട് പറ്റിച്ചേർന്നാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിനൊരു മാറ്റമുണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ ആകമാനം ഒരു മാറ്റമുണ്ടാകുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കും. ഈ ലോകത്തിലെ ഓരോ സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നു. പണ്ട് ദൂരെ നടന്ന ഓരോ സംഭവങ്ങളും അടുത്തടുത്താണ് ഓരോന്നും നടക്കുന്നത്. ദൈവവചനത്തിന്റെ നിവർത്തീകരണമാണ് നടക്കുന്നത്. കർത്താവിന്റെ വരവ് ഏറ്റവും ആഗതമായിരിക്കുമ്പോൾ ക്ഷാമങ്ങളും മഹാവ്യാധികളും ഭൂകമ്പങ്ങളും ദുരന്തങ്ങളും ദൈവത്തിന്റെ വചനപ്രകാരം വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഭൂമി നശിച്ചു പോകാറായിരിക്കുമ്പോൾ, യേശു കർത്താവിന്റെ വരവ് ഏറ്റവും ആഗതമായിരിക്കുമ്പോൾ ഈ യേശുവിലൂടെയുള്ള രക്ഷ പ്രാപിച്ചാൽ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ചേർക്കപ്പെടുവാൻ ദൈവത്താൽ സാധ്യമാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം സ്വപുത്രനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹമാണ് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഈ യേശു കർത്താവിനെയാണ് ഞാൻ ഇവിടെ ഘോഷിക്കുന്നത്. ഈ യേശു കർത്താവിൽ വിശ്വസിച്ചാൽ, ഈ യേശു കർത്താവിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു സമാധാനം ഉണ്ടാകും. യേശു ക്രിസ്തുവിലുള്ള സന്തോഷം അനുഭവിക്കാൻ ദൈവം സഹായിക്കും. ഈ ദൈവത്തിങ്കിലേക്ക് കടന്നു വന്ന പകൽ രാത്രി എന്നതുപോലെ യേശു കർത്താവിന്റെ വരവ് ആഗതമായിരിക്കുമ്പോൾ സ്വർഗവും നരകവും എന്നുള്ള യാഥാർത്ഥ്യം ഓരോ പ്രിയപ്പെട്ടവരും മനസ്സിലാക്കിയിരിക്കുന്നു. ജനിച്ചാൽ ഏത് സമയത്തും
അഭിമുഖീകരിക്കാം. പക്ഷേ മരണത്തിനപ്പുറമായ ഒരു ജീവിതമുണ്ട്. നമ്മൾ ചെയ്ത ഓരോ പ്രവർത്തികൾക്കനുസരിച്ച് ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധി ദിവസത്തിന് മുമ്പായി നമ്മൾ മാനസാന്തരപ്പെടുകയാണെങ്കിൽ, ഈ യേശു കർത്താവിൽ വിശ്വസിക്കുകയാണെങ്കിൽ, ഈ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുകയാണെങ്കിൽ, യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞ് യേശു കർത്താവിനെ ഒന്ന് വിളിച്ചാൽ നിശ്ചയമായി നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാസം ചെയ്യും. ഈ ദൈവം വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തും. യേശു ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് ദാനം നൽകിയ ആ നിത്യജീവനെ ഓഹരിക്കാരായി തീരുവാൻ ദൈവം സഹായിക്കും. പലവിധമായ പ്രശ്നങ്ങളിലൂടെ പോകുന്നവരെന്നെ കേൾക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുന്നത് എങ്ങനെയെന്ന് ഭാരപ്പെട്ട് വേദനയോടെ ആയിരിക്കുമ്പോഴും ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, യേശുവേ എന്നെ വിടുവിക്കണമേ, യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായി ഹൃദയപൂർവ്വം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം അവസ്ഥയ്ക്ക് ഭേദം വരുത്തും. കണ്ണുനീർ മാറ്റും, വേദന മാറ്റും, നിന്ന മാറ്റും, അസമാധാനം മാറ്റും. ഈ യേശു ക്രിസ്തുവിലൂടെ അസമാധാനം മാറി സമാധാനമുള്ളവരായി തീരുവാൻ ദൈവം സഹായിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ഈ ലോകത്തിലെ ഓട്ടം നമ്മുടെ വീട്ടിലെ ഓരോ കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടിയാണ്, നമ്മുടെ ആരോഗ്യം നിലനിർത്തുവാൻ വേണ്ടിയാണ്. പക്ഷേ നമുക്ക് സമാധാനം കിട്ടണമെങ്കിൽ ഇവിടെ ഒരിടത്തും നമ്മൾ പോയാലും കിട്ടുകയില്ല. ഈ ലോകത്തിൽ എവിടെ പോയാലും നമുക്ക് സമാധാനം കിട്ടുകയില്ല. അത് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. ഈ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നിത്യജീവൻ കിട്ടുകയുള്ളൂ. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കർത്താവ് യേശു ക്രിസ്തു വേഗം വരും. ആ വിശുദ്ധനെ ചേർക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു കർത്താവ് വരുന്നത്. ആ നിത്യജീവന് ഓഹരിക്കാരായി തീരുവാൻ തക്കവണ്ണം ദൈവം എന്നെ കേൾക്കുന്നു. ഓരോ പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ. യേശു മാത്രം ഏകമാർഗം, ഏക സത്യ ദൈവം യേശു ക്രിസ്തു. ഈ കർത്താവിൽ വിശ്വസിക്കുകയാണെങ്കിൽ, ഈ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ കർത്താവ് നിത്യജീവന് ഓഹരിയാക്കി നമ്മെ ഓരോരുത്തരെയും മാറ്റുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കും. എല്ലാവരെയും അപ്രകാരം ദൈവം നടത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.